നമസ്കാരം. മോയൻസെ, നീ ആരെയാടാ ഈ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്? പിണറായി വിജയനെയോ? അതും നിന്നേക്കാൾ പല ഓണങ്ങൾ കൂടുതലുണ്ട പിണറായി വിജയനെ ഡീഗ്രേഡ് ചെയ്ത് നിങ്ങൾ വിചാരിക്കും പോലെ അങ്ങ് ആക്കിക്കളഞ്ഞല്ലോ. ഖത്തറിലെത്തിയ പിണറായി വിജയന് ഡീഗ്രേഡ് മൊയന്തുകളുടെ ആ ഡീഗ്രേഡിങ് കൊണ്ട് എന്തൊരവസ്ഥയാണ് ഈ വന്നിരിക്കുന്നത്. അവിടുത്തെ മലയാളി സമാജം മുഴുവൻ ഡീഗ്രേഡ് മൊയന്തുകളുടെ ആ ഡീഗ്രേഡ് കണ്ടിട്ട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. എന്ത് പരിതാപകരമായ അവസ്ഥയാണ്. പിണറായി വിജയനെയൊക്കെ ഈ നാട്ടിലെ കുറച്ച് സംഘി കൊങ്ങി മൂരി ഡീഗ്രേഡുകൾ വിചാരിച്ചാൽ എത്ര സിമ്പിളായിട്ടാണ് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത്. പിണറായി വിജയൻ എന്ന വ്യക്തിയെ ഖത്തറിലെത്തിയപ്പോൾ അവിടെ സ്വീകരിക്കാനോ അദ്ദേഹത്തിന് ഒരു ഊഷ്മള വരവേൽപ്പ് കൊടുക്കാനോ ആരുമില്ലാത്തൊരു കാഴ്ച ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത്, നീ ആരെയാ മൊയന്തുകളെ ഈ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അതിനൊന്നും നീ മൂത്തിട്ടില്ല എന്ന് പറയേണ്ടി വരികയാണ്. എങ്ങനെ പാറ ഇടപെടലുകൾക്കും ഉത്തമ മാതൃകകൾ സൃഷ്ടിച്ച കേരളത്തിന്റെ ക്യാപ്റ്റൻ ശ്രീ പിണറായി വിജയൻ മലയാളോത്സവ നഗരിയിലേക്ക് കടന്നു വരികയാണ്. നാട് അസാധ്യമെന്ന് കരുതിയ പന്തും സാധ്യമാക്കിയ നിശ്ചയദാർഢ്യത്തിന്റെ മറുവാക്ക് ശ്രീ പിണറായി വിജയൻ കിഫ്ബി എന്ന തനത് ഫണ്ട് ശേഖരണ മാതൃകയിലൂടെ 90,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കി നാടിന്റെ മുഖഛായ മാറ്റിയ നാടിന്റെ വികസന നായകൻ ശ്രീ പിണറായി വിജയൻ 64,000 അതിദരിദ്രർ എന്നത് പഴങ്കഥയാക്കി മാറ്റിയ നിസ്വർഗത്തിന്റെ നിശ്വാസങ്ങൾക്ക് ആശ്വാസമായി മാറുന്ന കണ്ണീരുപ്പിന്റെ വിലയറിയുന്ന ജനനേതാവ് ശ്രീ പിണറായി വിജയൻ ജനസാഗരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു വരികയാണ്. 5 ലക്ഷം കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനമൊരുക്കിയ കേരളത്തിന്റെ കുടുംബനാഥൻ ശ്രീ പിണറായി വിജയൻ പ്രവാസി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മുഖ്യ ശ്രദ്ധ നൽകുന്ന മലയാളി സമൂഹത്തിന്റെ എക്കാലത്തെയും വലിയ ആവശ്യമായിരുന്ന ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയറിലൂടെ സാധ്യതമാക്കിയ കേരളീയ പ്രവാസി സമൂഹത്തിന്റെ ഇഷ്ട മുഖ്യമന്ത്രി ലോക കേരളത്തിന്റെ സംഗമസ്ഥാനമായ ലോക കേരള സഭയുടെ അധ്യക്ഷൻ അമ്മ മലയാളത്തിന്റെ മധുരം പകരുന്ന മലയാളം മിഷന്റെ ചെയർമാൻ ശ്രീ പിണറായി വിജയൻ മലയാളോത്സവ നഗരിയെ അക്ഷരാർത്ഥത്തിൽ പുളകച്ചാർത്ത് അണിയിച്ചുകൊണ്ട് കടന്നു വരികയാണ്. വികസന പാതയിൽ ഒരു യാകാശം പോലെ കേരളം കുതിക്കുമ്പോൾ ശിരസുയർത്തിപ്പായുന്ന യാകാശത്തിന്റെ സാരഥി ശരിയായ രാഷ്ട്രതന്ത്രജ്ഞൻ ഖത്തറിന്റെ മണ്ണിലേക്ക് സുസ്വാഗതം നൽകുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ 2000-ലേക്ക് ഉയർത്തി ശിഷ്ടജീവിതത്തെ ഇഷ്ടജീവിത പുഞ്ചിരികളാക്കി സ്ത്രീ സുരക്ഷയോടൊപ്പം സ്ത്രീകളുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുവാൻ വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിച്ച ക്ഷേമ നടപടികളുടെ കുളിർമാലിപ്പയത്തിൽ കേരളത്തെ ആവോളം നനയിച്ച സമൂഹത്തിലെ പ്രാന്തവർഗ ജീവിതങ്ങളുടെയും അടിസ്ഥാന വിഭാഗ ജീവിതങ്ങളെയും ചേർത്ത് പിടിക്കുന്ന പ്രിയ നേതാവ് ആഗതനാവുകയാണ്. അതിരില്ലാ മാനവികതയുടെ അപ്പോസ്തലൻ നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തുറ്റ നിലപാടുകളുടെയൊക്കെ പര്യായം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ മലയാളോത്സവ നഗരിയിലേക്ക് ഖത്തറിന്റെ സ്നേഹം ചാലിച്ചേകി അഭിമാനത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. തലമുറകൾക്ക് ആവശ്യമായി ഖത്തറിന്റെ മണ്ണിലേക്ക് നമ്മുടെ പ്രിയ മുഖ്യമന്ത്രി കടന്നു വരുന്നു. മലയാളോത്സവം 2025 നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്ന ബഹുമാനനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി മലയാളികൾ മുഴുവൻ ചേർന്ന് ഇവിടെ മലയാളോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിന്റെ വികസന നായകന് കൊച്ചു കേരളത്തെ വികസന മാതൃകയിൽ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ച നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തോടൊപ്പം വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും മലയാളോത്സവം 2025 എല്ലാ മലയാളികളും ചേർന്ന് സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നിന്റെയൊക്കെ ഡീഗ്രേഡിങ് കൊണ്ട് എന്താണ് ഒരു വ്യക്തിയുടെ മൈലേജ് പോണ പോക്കെന്ന് കണ്ടോളൂ. കേരളത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി അടുത്ത ദിവസം ഗൾഫ് സന്ദർശനം, ബഹ്റിൻ, ഒമാൻ, സലാല തുടങ്ങിയുള്ള ഇടങ്ങളിൽ നിന്ന്
അവിടെ നിർത്തിയെടുത്തുനിന്നാണ് ഖത്തറിൽ തുടങ്ങിയിരിക്കുന്നത്. മലയാളോത്സവം എന്നുള്ള ഇന്നലത്തെ പരിപാടിയിൽ അവിടെ ഈ മണ്ണിട്ടാൽ തറയിൽ വീഴില്ല എന്ന് കേട്ടിട്ടുണ്ടോ? അതായിരുന്നു അവസ്ഥ. ഒഴിഞ്ഞ കസേരകൾ തേടി ഡിഗ്രേഡ് മൊയ്ന്തുകൾ ഫോണുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുകയായിരുന്നു. ഏത് മറ്റേ മൂര് ടീംസ് എല്ലാം കൂടി വന്നിട്ട്, പോരാത്തതിന് അവിടുത്തെ UDFകാരെല്ലാം കൂടി ബഹിഷ്കരിച്ചു. ആ പിണറായി ഇങ്ങോട്ട് വന്നാലേ ഒരു മനുഷ്യരും അങ്ങോട്ട് പോകരുത്, നമ്മളുടെ എതിർ കക്ഷിയാണ്, അവരങ്ങോട്ടൊരു കൽപ്പന പുറപ്പെടുവിച്ചു, കൂടളവി വന്നു എന്ന് പറഞ്ഞാൽ മതി. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് വിദേശത്തുള്ള മലയാളികൾ കൊടുക്കുന്ന സ്വീകരണം നോക്കൂ. ഇതിപ്പോ ലീഗിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തുള്ള സംഘടനകൾ ഒന്നും വേണ്ട, ഇത് ആരെയും നിർബന്ധിച്ചിട്ടുണ്ടെന്നുമല്ല. നിങ്ങളുടെ ഡിഗ്രേഡ് കണ്ടിട്ട് നാട്ടുകാർ തന്നെ തിരിച്ചു ചോദിക്കുകയാണ്, നീ ആരെയാടാ ഈ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതിന്റെ തെളിവാണ് ആ കണ്ടത്. അവിടുത്തെ സാംസ്കാരിക പരിപാടി, അതായത് ഖത്തറിലെ മലയാളോത്സവം എന്ന പരിപാടി, മലയാളം മിഷനും ലോക കേരള സഭാംഗങ്ങളും അവിടുത്തെ മലയാളി കൾച്ചറൽ ഫോറം എല്ലാം കൂടി ചേർന്ന് നടത്തിയ പരിപാടിയാണ്. പരിപാടി എന്ന് പറഞ്ഞാൽ 12 വർഷത്തിന് ശേഷം ഖത്തറിലെത്തിയ പിണറായിയെ പോലും അന്താളിപ്പിച്ച പരിപാടിയായിരുന്നു. എന്നാ കോർഡിനേഷനാണ്! മലയാളികൾ ഒന്നടങ്കം അവിടേക്ക് ഒഴുകിയെത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി നിരന്നു നിൽക്കുന്ന ക്യാമറകൾ കണ്ടിട്ട് ഒരുപക്ഷെ കേരളത്തിൽ ഇരിക്കുന്ന മൊയന്തുകളെല്ലാം തകർന്ന് തരിപ്പണമായി പോകും. ആ രീതിയിലാണ് ഒരു ഭരണാധികാരിക്ക് വിദേശത്ത് നിന്ന് നോക്കിക്കാണുന്ന മലയാളികൾ കൊടുത്തിരിക്കുന്ന സ്വീകരണം. അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവരുടെ നാടിന് വേണ്ടി അവരുടെ കൂടപ്പിറപ്പുകൾ താമസിക്കുന്ന ഇടത്ത് എന്തൊക്കെ മാറ്റം വരുത്തുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. അതങ്ങോട്ട് കാണിക്കുമ്പോഴാണ് കുറെ മൊയന്തുകൾ ഇവിടെ ഇറക്കി അങ്ങ് ഡീഗ്രേഡ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ 3.0 ഒക്കെ വരാതെ അങ്ങ് തകർത്തുകളയാന്ന് വിചാരിക്കുന്നത്. പോയി പണി നോക്കണ എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായോ? കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും. അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടറിയാൻ പോവുകയാണ് എന്താണ് പിണറായി വിജയൻ എന്ന വ്യക്തിക്ക്. അദ്ദേഹത്തിന്റെ 10 വർഷത്തെ ഭരണ മികവ് കൊണ്ട് ഈ നാട്ടിലല്ല വിദേശ നാട്ടിൽ പോലും മലയാളികൾ നെഞ്ചേറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വരവിനെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നുണ്ടെങ്കിൽ അതാരും നിർബന്ധിച്ചിട്ടല്ല, സ്വമേധയെ അവർക്ക് തോന്നിയിരിക്കുന്നു. ഓരോ വർഷവും അവർ വിദേശത്തേക്ക് പോയിട്ട് ലീവിന് നാട്ടിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷം കണ്ട നാടല്ല ഇതെന്ന് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ അംഗീകരിക്കുന്നത്. ആ അംഗീകാരത്തിന്റെ പ്രതിഫലനമാണ് ഈ കണ്ട കാഴ്ചകൾ. അതുകൊണ്ട് അങ്ങോട്ട് മാറിയിരുന്ന് മോങ്ങട മൊയന്തുകളെ എന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം കൂടി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറയാണ്, നീ ആരെയാടാ ഈ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്? പിണറായി വിജയനെയോ?